പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും രക്ഷയിലേക്ക് നയിക്കുവാൻ, കൃപയില് വളർത്താൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹിത പ്രകാരം അങ്ങയുടെ കൃപയാലും ജീവന്റെ സമൃദ്ധിയാലും ചൈതന്യത്താലും നിറച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജഡത്തിന്റെ വ്യാപാരങ്ങളെ ആത്മാവിനാൽ ദഹനിക്കുവാനും ജഡത്തിന്റെ മേഖലകളിൽ ദൈവിക ജീവൻ നിറയപ്പെടാനും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ച് ജഡത്തെ, ലോകത്തെ, പിശാചിന്റെ സ്വാധീനങ്ങളെ തകർത്തെറിയുവാനും അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ. അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു ദൈവിക ശുശ്രൂഷയിലാണ് നമ്മൾ ഈ ദിവസങ്ങളായിരിക്കുന്നത്. ഇത് നിസ്സാരമായ കാര്യമല്ല. നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ വളർത്തുന്ന, നമ്മുടെ മക്കളെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷയിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്കറിയാം, ജഡത്തിന്റെ വ്യാപാരങ്ങൾ നമ്മൾ കണ്ടു. അതങ്ങനെ ആയി തീരാനുള്ള കാരണവും നമ്മൾ കണ്ടു. ഇനി ഇതിലൂടെ പിശാചിന് ജഡത്തിന് മേൽ ഒരു അധികാരമുണ്ട്. ഈ പിശാചിന് അവകാശങ്ങൾ, പിന്നെ പിശാച് ഭരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ജഡത്തിൻ്റെതായ വ്യാപാരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറച്ച് ദൈവിക ജീവനിൽ നിറച്ചെടുക്കാന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, പിതാവായ ദൈവം ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിലൂടെ ഈ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ നമുക്ക് നിറച്ചു നൽകുന്നുണ്ട്. അതിനുവേണ്ടി യേശു ചെയ്ത പ്രവൃത്തികൾ, അതിന്റെ അനന്തര ഫലമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ കൃപയുടെ അനുഗ്രഹമാണ് കൂദാശ ജീവിതം. മാമോദിസ മുതല് അന്ത്യകൂദാശ വരെ കൂദാശകളിലൂടെ ദൈവകൃപയില്, ദൈവിക ജീവനില് നമ്മെ വളർത്തുന്ന ദൈവിക പദ്ധതി, രക്ഷാകര പദ്ധതി, അതിന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിക്കൊണ്ട് ദൈവം നമ്മെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വളരണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മാമോദിസായെ കുറിച്ചാണ്. നമുക്കറിയാം, മക്കളൊക്കെ ജന്മപാപത്തോടെ ജനിക്കുന്ന എല്ലാവരും, ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ മക്കളും ജന്മപാപത്തോടെ ജനിക്കുന്നു. ജഡികാസക്തിയോടെ പരിക്രമം ചെയ്യപ്പെടുന്ന ദാമ്പത്യ ബന്ധം, അതിൽ നിന്ന് ജനിക്കുന്ന കൊച്ച് ജന്മപാപത്തിന്റെ സ്വാധീനത്തോടെ ജനിക്കുന്നു. ഇനി ഇതിൽ നിന്ന് മോചനം നൽകുന്ന വലിയ കൂദാശയാണ് മാമോദിസ. മാമോദിസായില് നഷ്ടപ്പെട്ടു പോയ ദൈവ ചൈതന്യം നമുക്ക് തിരികെ ലഭിക്കും. ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിച്ച് കിട്ടും. അങ്ങനെ ദൈവകൃപയാൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് സ്വർഗത്തിന്റെ പൈതലായിട്ട് മാറി ജന്മപാപത്തിൽ നിന്ന് മോചനം കിട്ടി പുതിയ ജനനം നൽകപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ഇത് അതുപോലെ വിശുദ്ധിയിലും ഒരുക്കത്തിലും നമ്മൾ പരിക്രമം ചെയ്യണം, സ്വീകരിക്കണം. ആ കൂദാശയുടെ ശക്തി നമ്മുടെ കൊച്ചു മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതെങ്ങനെയാ? ഞാൻ എപ്പോഴും പറയും, there is no magical effect in any sacrament or sacramentals. ഒരു കൂദാശയ്ക്കോ ഒരു വെഞ്ചരിപ്പിനോ അതിൽ തന്നെ പവറില്ല. അതിന് ഒരുക്കം വേണം, വിശുദ്ധി വേണം. പെട്ടെന്ന് ഞാൻ പറയാം, ഒരു മാമോദിസ കൊടുക്കുമ്പോ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതിൽ ചൈതന്യം മനസ്സിലാക്കുക. എന്താണ്? ജന്മപാപത്തോടെ ജനിച്ച കൊച്ചിനെ അതിൽ നിന്ന് മോചനം പ്രാപിപ്പിച്ചുകൊണ്ട് കർത്താവിന് കുരിശുപാന ശക്തിയിൽ കേന്ദ്രീകൃതമായ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് വീണ്ടും ജന്മത്തിലേക്ക് നയിച്ച് ആത്മാവിനാൽ നിറച്ച് ദൈവത്തിന്റെ പൈതലാക്കി മാറ്റി ജന്മപാപത്തിൽ നിന്ന് മോചനം നൽകുന്ന ഈ വിശുദ്ധ കൂദാശ എന്തുമാത്രം ഒരുക്കത്തോടെ, ചൈതന്യത്തോടെ, ആത്മീയമായ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യപ്പെടണം. ആ കൊച്ചിലേക്ക്, തലമുറയിലേക്ക്, ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന കൃപകൾ അന്ന് വളരെ വലുതാ. അതിനനുസരിച്ച് ഞാൻ പറയും, പ്രാക്ടിക്കലായിട്ട് പറയാ, എല്ലാവരും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത്
ഈ മാമോദിസ നമ്മുടെ കൊച്ചിന് കൊടുത്ത് ഈ കുഞ്ഞിനെ വീണ്ടും ജനിപ്പിക്കണം. മാത്രമല്ല അന്നേ ദിനം നമ്മുടെ കുടുംബം മുഴുവനും ആ പരിശുദ്ധിയിലായിരിക്കണം. ഇന്ന് പല കുടുംബങ്ങളിലും, ക്രൈസ്തവ കുടുംബങ്ങളില് മാമോദിസായ്ക്ക് മദ്യപാനം ഒരുക്കമില്ല. എല്ലാവരും പള്ളിയിൽ പോലും വരില്ല. കുറെ ആളുകളെ വിളിച്ച് തീറ്റ കൊടുത്ത് പാർട്ടി നടത്തി ഭൗതികതയിൽ ആഘോഷിക്കുന്ന അനേക മക്കള്. ഭൗതികത, ജഡികത, ദൈവകൽപ്പന ലംഘനം, അശുദ്ധി, ഒരുക്കമില്ലായ്മ, ഇങ്ങനെയൊക്കെ മാമോദിസ മക്കൾക്ക് കൊടുക്കുമ്പോ ഈ മക്കൾ ജഡത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന മക്കൾ ആ കൂദാശിയുടെ കൃപ കിട്ടാതെ, കൂദാശിയിലൂടെ ലഭിക്കേണ്ട ദൈവിക ചൈതന്യവും ജീവനും ലഭിക്കാതെ വെറും ജഡമായി തന്നെ അവശേഷിക്കുന്നു. അത് ഇന്ന് മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും വലിയ തെറ്റാണ്. കിട്ടേണ്ട കൃപ ഒരുക്കക്കുറവ് കൊണ്ടും വിശുദ്ധിയില്ലായ്മ കൊണ്ടും പാപം കൊണ്ടും മദ്യപാനം തീറ്റ കൊടുക്കുക, പിന്നെ ആളുകളെ വിളിച്ചു കൂട്ടുക, അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക, അതുമായിട്ട് ബന്ധം. ഇന്ന് ഞാൻ ഓർക്കാണ് ഈ കൂദാശകൾ എന്തിന് ഇത്രമാത്രം ഭൗതികതയില് ആഘോഷമാക്കി മാറ്റി. ഇന്ന് അതിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കണം മക്കൾ. ഇന്ന് ജഡത്തിന് ശക്തി കയറിയിട്ടുണ്ടോ? അതിനറ്റം പറയുന്ന ഒറ്റ കാരണമുള്ളൂ, ആത്മീയമായ മേഖലയിൽ നമ്മൾ താണുപോയി. കൃപയുടെ മേഖലയിൽ നമ്മൾ താണുപോയി. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് പറ്റിപ്പോയ വീഴ്ചകള്, നമ്മുടെ മക്കൾക്ക് ലഭിക്കാതെ പോയ കൃപകള്, ദൈവിക ചൈതന്യം, അതിന്റെ പരിശുദ്ധി, അതിന്റെ ആ പ്രകാശം ലഭിക്കാതെ പോയത് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ പറ്റും. അത് ചെയ്തേക്കണം. അതിനുവേണ്ടി ഈ പന്തക്കുസ്തായില് പ്രിയപ്പെട്ട മക്കളെ, ഈ നാളുകളില് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ കരുണയുടെ ഈ മഹാ കാലഘട്ടത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറയും, ഈ ധ്യാനം, ഈ ശുശ്രൂഷ കേട്ടിട്ട് നിങ്ങൾ വെറുതെ കളയരുത്. ഇതൊക്കെ പരിശോധിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചിലൊക്കെ പറഞ്ഞ് അച്ഛന്റെ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കാറുണ്ട്. മക്കളെ, കേൾക്കാനുള്ള ഒരു കാര്യവും ഈ ശുശ്രൂഷയെ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുമായ കാര്യങ്ങളാണ് പറയണേ. അത് പ്രാർത്ഥന കേൾക്കാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. പങ്കെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതുപോലെ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ബലിയർപ്പിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മളൊക്കെ ഒത്തിരി തെറ്റ് വരുത്തിയിട്ടുണ്ട്. കുടുംബത്തില്, പാരമ്പര്യത്തില്, ഉദാശ ജീവിതത്തില് നമ്മളൊക്കെ ഒത്തിരി തെറ്റ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ മക്കൾ ഇങ്ങനെയായ, അതുകൊണ്ട് കുടുംബം എങ്ങനെയായ. കുറ്റപ്പെടുത്തല്ല മക്കളെ, നമുക്ക് ഒത്തിരി കൃപ നിറച്ച് ജീവിക്കാൻ സാധിക്കുമായിരുന്നു, നഷ്ടപ്പെടുത്തി. അത് പല കാരണങ്ങളുണ്ട്. ലോകാരൂപി സമൂഹം, കുടുംബക്കാര്, കൂട്ടുകാര്, നാട്ടുകാര്, സംസ്കാരം എല്ലാവരും ചെയ്യുന്നു. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട ഉദാശകൾ, ആത്മീയ ജീവിതം അത് നശിപ്പിച്ചു കളയും മക്കളെ. അതുകൊണ്ട് വീണ്ടും നമുക്ക് മാമോദിസായിലൂടെ മക്കൾക്ക് ലഭിക്കേണ്ട കൃപ ലഭിക്കാതെ പോയതും കൊടുക്കേണ്ട കൃപ കൊടുക്കാതെ പോയതൊക്കെ നമ്മുടെ അവിശ്വസത, അനുസരണക്കേട്, പാപം, അശുദ്ധിയൊക്കെയാ. അതിനടുത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ദിവ്യകാല സന്നിധിയില് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കാതെ പോയ കൃപ തിരിച്ചു നൽകി. ഞങ്ങളുടെ മക്കൾ പല സ്വഭാവത്തില. അതിന്റെ കാരണം മാമോദിസായിൽ തുടങ്ങിയതാ. കിട്ടാതെ പോയതിന്റെ അനന്തര ഫലങ്ങള്. അതുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മളെ കുറ്റപ്പെടുത്തി തിരുത്തി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, ഉത്തരവാദിത്തമാണ്. ഉചിതമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യാനുസരണത്തില് പ്രത്യേകം പ്രാർത്ഥിക്കാം മക്കളെ. ദൈവം നിങ്ങളെയും നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ തിരിച്ചു നൽകിക്കൊണ്ട് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി ആത്മാവിനാൽ നിറയപ്പെടുന്നവരാക്കി ആ ചൈതന്യത്താൽ ഞങ്ങളെ പുതു സൃഷ്ടികളാക്കി മാറ്റുവാൻ വേണ്ടിയാണല്ലോ അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനുവേണ്ടി അങ്ങ് കുരിശിൽ മരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തരാൻ, ജീവന്റെ സമൃദ്ധി തരാൻ ഉദാശകൾ ഞങ്ങൾക്കായി അങ്ങ് സ്ഥാപിച്ചു. ജന്മപാപത്തോടെ ജനിച്ച ഞങ്ങളുടെ മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മാമോദിസായിലൂടെ ആ ദൈവകൃപയില്, ദൈവിക ജീവനില്
ഞങ്ങളെ നിറച്ചെടുത്തുകൊണ്ട് ഞങ്ങളെ ദൈവമക്കളാക്കി വിശുദ്ധിയിൽ ജീവിക്കാൻ, നന്മയിൽ വളരാൻ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. എന്നിട്ടും അത് സ്വീകരിക്കാതെ അയോഗ്യതയോടെ പരിക്രമം ചെയ്യപ്പെട്ട കൂദാശകൾ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവകൃപ, എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് ഇന്ന് പ്രത്യേകമായ വിധത്തില് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ആ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവനും ദൈവകൃപയും ഞങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് വീണ്ടും ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന്, ഞങ്ങളുടെ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് ഏറ്റവും എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതിനായിട്ട് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചു പോയ വീഴ്ചകള്, അയോഗ്യത, അശ്രദ്ധ, അശുദ്ധി, അതെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ച് ഉദാശകളെ യോഗ്യതയോടെ പരിക്രമം ചെയ്ത് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ചൈതന്യം, കൃപ, ഉദാശയുടെ ആ വലിയ അനുഗ്രഹം നൽകാൻ കഴിയാതെ പോയതിനെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും അങ്ങയുടെ ജീവനും അങ്ങയുടെ ചൈതന്യവും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നിറച്ചു നൽകണമേ. ഇന്ന് ഞങ്ങളുടെ മക്കള് ജഡികാസക്തിയില്, പല പല കൂട്ടുകെട്ടുകളില്, ലഹരികളില്, അനുസരണക്കേടില്, ഒത്തിരിയേറെ പൈശാചികമായ ബന്ധനത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ, ആ കൃപ കൊടുക്കാൻ, ആ കൃപ സ്വീകരിക്കാൻ കഴിയാതെ പോയത് കൊണ്ടാ. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് മാമോദിസായി ലഭിക്കാതെ പോയ ആ വലിയ കൃപ ഇന്ന് അങ്ങ് തിരിച്ചു നൽകണം. ജീവന സമൃദ്ധിയില് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾ അതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപയാൽ നിറയപ്പെടട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവകൃപയുടെ നിറവിനായിട്ട് നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, നമ്മുടെ അശ്രദ്ധ കൊണ്ടും അയോഗ്യത കൊണ്ടും നഷ്ടപ്പെട്ടു പോയ ദൈവിക കൃപ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുസന്നിധിയില് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദാശകളിലൂടെ ജീവൻ നൽകുന്ന കർത്താവേ, ഉദാശകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ട, മക്കൾക്ക് ലഭിക്കേണ്ട കൃപ ലഭിക്കാതെ പോയത് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന സമൃദ്ധിയിൽ നിന്ന് നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ.